ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പരിപ്പൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ വെള്ളരിക്കക്കറിയുടെ റെസിപ്പി നോക്കാം. വെള്ളരിക്കക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസ് വെള്ളരിക്ക എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 പച്ചമുളക് നടുകേറി വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 2 വിസിൽ വരുത്തി നന്നായി തന്നെ വേവിച്ചെടുക്കാം. നമുക്കിത് കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് വരാനായിട്ടാണ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 4 ചെറിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1 സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്കയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിനുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. തക്കാളിയും സവാളയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച് വെള്ളരിക്ക കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയം അല്പം പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. വെജിറ്റബിൾസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി ഇതിൽ പിടിച്ചു വരും. അതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം കൂടി പോകരുത്. പരിപ്പൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ലൂസായി പോകും. കുറച്ച് മാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ സാധാരണ പരിപ്പെല്ലാം ചേർത്തുണ്ടാക്കുന്ന വെള്ളരിക്കക്കറിയേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.